നമ്മുടെ കാർത്തിക് സൂര്യയുടെ 2023 എങ്ങനെ 2023 നിന്ന് എന്തൊക്കെ പഠിച്ചു, 2024 ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോയ്ക്ക് ശേഷം സഞ്ജു ടെക്കി വന്നിരിക്കുകയാണ്. 2023 എങ്ങനെയാണ്, 2024 ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് ഈ 2023 നടന്ന ഡൗണുകൾ മാറി അപ്പുകളായത്, അതിനാര് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സഞ്ജു ടെക്കിയുടെ പുതിയ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ തമ്പ് സത്യം ഇതാണ്, അമ്മയ്ക്കും പറയാനുണ്ട്, ഇതാണ് ആ ഒരു വീഡിയോ. ഇതിനകത്ത് എനിക്ക് വളരെ ഒരു ക്യാച്ചിങ് ആയിട്ട് തോന്നിയത്, സാധാരണ സഞ്ജു ടെക്കിയുടെ പല വീഡിയോയ്ക്കകത്തും പലതരത്തിലുള്ള പ്രൊമോഷൻ ആപ്പുകളുടെ പ്രൊമോഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഏതൊരു വീഡിയോയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ പ്രൊമോഷനൊക്കെ ഫൈനാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് പെട്ടുപോണ പ്രൊമോഷൻസ് ഉണ്ട് ഒരുപാട്. മറ്റേ ഈ ബെറ്റിംഗ് ആപ്പ്, മണി ഇരട്ടിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് കണ്ടൻറ്റുകൾ അടിപൊളിയാണ്. ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോഴും നേരിട്ട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ 2023 ഓഫീസ് സ്പേസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സഞ്ജു. അപ്പോൾ അതൊക്കെ ടു ഏർലി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജു ടെക്കിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലതൊക്കെ ഭയങ്കര ഫണ്ണാണ്, ചിലതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തോന്നാണ് ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നും. അപ്പം അങ്ങനെയാണ് ഈ പ്രൊമോഷൻ്റെ കേസ് പിന്നെ അറിയാമല്ലോ, ഞാൻ പിന്നെ അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്ത് കാണുമ്പോൾ ഈവൺ ഇഫ് അവർ ഫ്രണ്ട്സാണ്, നമുക്ക് അറിയുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ഇതിപ്പോൾ സഞ്ജു ടെക്കിയുടെ പുതിയ ഈ ഒരു വീഡിയോനകത്ത് ഒരു ആസ്ട്രോളജർ പല്ലവി കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രൊമോഷൻ, അത് ടു ബി ഫ്രാങ്ക് കണ്ടുവരുമ്പോൾ ഒരു നോർമൽ പ്രൊമോഷൻ മെത്തേഡിലല്ല, മൂപ്പരുടെ ലൈഫിൽ തന്നെ എന്തോ വലിയ മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജു ടെക്കി ആ ഒരു സംഗതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2023 നടന്ന പ്രശ്നങ്ങൾ അറിയാലോ, സഞ്ജു ടെക്കി റിലേറ്റഡ് ബ്രേക്കപ്പ്, ഈ പറഞ്ഞ ഓഫീസ് സ്പേസ് അവർ എടുത്തു, പിന്നെ അത് കൊടുത്തു, പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു, വേണ്ട അത് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. സോ അതൊക്കെ ഇങ്ങനെ ലൈഫിൽ ഒരു ബാഡ് പാച്ച് നടക്കുമ്പോഴാണ് ഈ അതങ്ങനെയാണല്ലോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു മോശ ടൈം എന്ന് പറഞ്ഞിട്ടാണ് ഓടുക, നേരെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഓടും, മോശം സമയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജ്യോത്സ്യന്മാർക്ക് ആക്ച്വലി പണി സുഖമാണ്, വളരെ സന്തോഷവും സമാധാനവും നല്ല രീതിയിൽ പൈസയും അല്ലെങ്കിൽ നല്ല രീതിയിൽ ലൈഫ് പോകുന്ന ഒരാൾ ഓടിപ്പോയിട്ട് ജ്യോത്സ്യൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്കിപ്പോൾ ഭയങ്കര സുഖമാണ്, ഈ സുഖം മുന്നോട്ട് പോകാൻ ഞാൻ എന്തെങ്കിലും ചോദിക്കില്ല, എനിക്ക് ഭയങ്കര കഷ്ടതയാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കല്യാണം നടക്കുന്നില്ല, എൻ്റെ വീട് പണി മുന്നോട്ട് പോകുന്നില്ല, ബേസിക് കാര്യങ്ങളാണ്. ഒരു ജ്യോത്സ്യൻ്റെ മുന്നിലേക്ക് ഒരാൾ പോവുക, എനിക്ക് പൈസയുടെ പ്രശ്നമുണ്ട്, ഫിനാൻഷ്യൽ ഷോർട്ടേജ് ഉണ്ട്, എൻ്റെ വീട് പണി മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ ലോണ് പാസ്സാവുന്നില്ല, എൻ്റെ മാരേജ് നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അസുഖമായതിനൊക്കെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നവരുണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ജ്യോത്സ്യന്മാർക്ക് ഏകദേശം ഒരാൾ വരുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം, അത് എക്സസൈസ് ചെയ്ത് അവർ പഠിക്കും. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പോവാറ്. സോ ബേസിക്കലി സഞ്ജു ടെക്കിൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടന്നു. സഞ്ജു ടെക്കി അത് ഈ വീഡിയോനകത്ത് അത് പറഞ്ഞതിന് ശേഷം പിന്നെ അത് എങ്ങനെ മാറി, 2023 ഈ ബാഡ് പാച്ച് മാറാൻ ആര് സഹായിച്ചത് ഒരു ആസ്ട്രോളജറാണ്, അതൊരു പ്രൊമോഷനാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്കതൊന്ന് കാണാം. നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ നിനക്ക് എന്തിനാ ലോൺ ഇല്ലാണ്ട് നമുക്ക് വീടൊക്കെ വെക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഗൈസ് ലോൺ ഇല്ലാണ്ടാണ് എന്റെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചത്. പക്ഷെ ഈ വീടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വെക്കാന്ന് പറഞ്ഞാണ് ഈ ബിൽഡിങ്ങിന്റെ പണിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പകുതി എത്തിയപ്പോഴാണ് മൊത്തത്തിൽ എല്ലാം തകിടം പറഞ്ഞു, ഫിനാൻഷ്യലി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് റവന്യൂ ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും, ചിലപ്പോൾ കിട്ടാണ്ട് വരെ ഇരിക്കും, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ ഗൈസ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് പാഷനായിട്ട് കാണും, അതേപോലെ തന്നെ എന്റെ ഒരു ഫുൾ ടൈം ജോബും കൂടെ, എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സെയിം ടൈം എനിക്ക് എന്റെ ഫാമിലിനെ കൂടെ എനിക്ക് നോക്കണം. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് യൂട്യൂബിന്റെ റവന്യൂ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഡൗൺ ആയി കഴിഞ്ഞപ്പോ നമുക്ക് എന്തായാലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് ഇൻകം വേണമല്ലോ സൈഡിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. അതാകുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ റെന്റിന് കൊടുത്താണെങ്കിൽ റെന്റ് ഔട്ട് ചെയ്താണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 8 റൂംസും കാര്യങ്ങളും ഞാനിവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് മൊത്തത്തിൽ ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയിപ്പോയി. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് വിട്ട്, അതുപോലെ എൻ്റെ വീട് പണിയാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്ന്, എൻ്റെ മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും. അവിടെയാണ് നമ്മുടെ കുഴപ്പം. ഓക്കെ, അപ്പോൾ സഞ്ജു ടെക്കി 2023 സഞ്ജു ടെക്കി അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ബാഡ് പാച്ച് മൊത്തം പറഞ്ഞിട്ട് അവിടെയാണ് സഞ്ജു ടെക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ആസ്ട്രോളജിസ്റ്റിൻ്റെ സഹായം തേടിയതും ആ ആസ്ട്രോളജിസ്റ്റ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു,
എന്തൊക്കെ ഉണ്ടായി, അവരെങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സഞ്ജുടേക്ക് ഈ ഒരു പ്രൊമോഷൻ്റെ സാധനം പറയുന്നത്. പിന്നെ ലോണിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്ന് അത് കൊടുത്തിട്ട് അത് സാങ്ഷൻ ആണല്ലോ. പല കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആണെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ ആലോചിക്കുക. ആദ്യം സ്ഥലത്തിന്റെ പേര് കുറെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് സ്കെച്ചും പ്ലാനും ഒക്കെ നമ്മൾ പഞ്ചായത്ത് കൊടുക്കത്തില്ല, അതിൽ കുറെ മാറ്റം, അതിൽ എന്തോ സീൻ. ആദ്യം അപ്ലൈ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ റെഡി ആയില്ല, പിന്നെ റെഡി ആകത്തില്ലെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ചു. ലിറ്ററലി എന്റെ പീസ് ഓഫ് മൈൻഡ് അങ്ങ് പോയി. ഓക്കെ, ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇത്തിരി ലൂസ് ആകും ഗൈസ്. അത് എനിക്ക് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അടുത്ത് ഓക്കെ ഗിവ് ഇറ്റ് ട്രൈ എന്ന രീതിക്ക് ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ, എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു. എൻ്റെ ആളെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായി ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തില്ല, കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കൂടാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രം ക്ലോസ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അതിലോട്ട് ഇത്തിരി വിശ്വാസം വന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് തിങ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഏകദേശം ഒരു ആസ്ട്രോളജറെ അടുത്ത് ആര് പോയാലും, ജ്യോത്സ്യൻ്റെ അടുത്ത് ആര് പോയാലും വീട്ടിലെ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, ഈ വീട്ടിലെ പ്രശ്നങ്ങളിലെല്ലാം പെടും. വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളുള്ള പ്രശ്നം, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അസുഖം, എല്ലാം പെടും. വീട്ടിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടും. അത് പിന്നെ നമ്മളെങ്ങനെ ഊഹിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട് പണി പ്രശ്നമായിട്ട് പോവാണ്. അപ്പോൾ എന്നോട് ആസ്ട്രോളജി ചോദിക്കുകയാണ്, വീട്ടിലെ പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെന്തായിരിക്കുക, എൻ്റെ വീട് പണീൻ്റെ കാര്യങ്ങൾ ഇയാളെങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഞാൻ പറയും, അതെ എനിക്ക് വീട് പണിക്ക് ലേശം പ്രശ്നമുണ്ട്. ഇല്ലേ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും അടിയാണ്, അപ്പോൾ നേരെ ആസ്ട്രോളജിയുടെ അടുത്ത് പോവുകയാണ്, വീട്ടിലെ പ്രശ്നമല്ലേ. അപ്പോൾ ആ കേൾക്കുന്ന ആളുടെ മനസ്സിലാണ്, ശരിയാണല്ലോ, എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ അടിയായിരുന്നു, ഇയാളെങ്ങനെ അറിഞ്ഞു. അതൊരു കൈൻഡ് ഓഫ് എയറാണ്, എറിഞ്ഞു നോക്കുന്ന പരിപാടി. ആൻഡ് ഇതിലിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നാട്ടിൽ ഇഷ്ടംപോലെ പണിക്കന്മാർ, മറ്റേ ആസ്ട്രോളജിസ്റ്റുമാർ, ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ ഈ പറഞ്ഞ എന്താ പറയുക, നാട്ടിൽ തന്നെ പോകുന്ന ഒരു ശീലമാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര പേര് ഈ ഒരു മൊബൈലിലൂടെ, അതും അന്യഭാഷയിലുള്ള ഒരാളെ വിളിച്ചിട്ട് എങ്ങനെ ആസ്ട്രോളജി സംസാരിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും മാമന്മാരൊക്കെ ഈ പറഞ്ഞ ജ്യോത്സ്യന്മാരുടെ ബോർഡ് തൂക്കിയ വീട്ടിൽ തന്നെ കയറി ചെല്ലലാണ്. അവരാരും ഇപ്പം ഇങ്ങനെ വേറൊരാളെ തപ്പി പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരങ്ങനെ പോകും, എന്ത് വന്നാലും പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലൊക്കെ അത് എക്സാമ്പിളാണ്. എന്ത് വന്നാലും പോകും. രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് പകരം ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും. അങ്ങനെയാണ് ഇവരൊക്കെ, ശീലിച്ചു പോയി അവരൊക്കെ. അവർക്കൊന്നും മാറാൻ പറ്റുന്നില്ല, അവർ മാറ്റാൻ ശ്രമിക്കുന്നുമില്ല. അവർക്കതൊരു വിശ്വാസം പോലെ അവർ കൊണ്ടു നടക്കുന്നു. ഈവൻ എന്താ പറയുക, ദൈവത്തിൽ പോലും വിശ്വസിക്കണമെങ്കിൽ ഒരു ജ്യോത്സ്യം പറയണം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ചില സ്ഥലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ സഞ്ജു ടെക്കിൻ്റെ ഇഷ്ടമാണ്, സഞ്ജു ടെക്കിൻ്റെ വിശ്വാസം. സഞ്ജു ടെക്കിക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, കാരണം ഒരു കോൺഫിഡൻസ് കിട്ടുകയാണല്ലോ. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിൽ പോയാൽ ഒരാളെങ്ങനെ കോൺഫിഡൻസ് കൊടുക്കുന്നു, അതുപോലെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. ഞാനൊരു ആസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അയാൾ ഇന്നോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് വെച്ച് മുന്നോട്ട് പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തു, അത് കിട്ടാതെയായി. പക്ഷേ ഈ കിട്ടാതെയാവുമ്പോൾ അത് കറക്റ്റാക്കാൻ ഒരുപാട് വഴികൾ സഞ്ജു അല്ലെങ്കിൽ ഈ ലോൺ കൊടുത്ത ആരാണെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് വഴുകും. ഈ വഴുകുന്നതിൻ്റെ ഇടയിലായിരിക്കാം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി സംസാരിക്കുന്ന സമയത്ത് ഓബിയസ്ലി അത് കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് പെട്ടെന്ന് ലോൺ പാസ്സാവും. അപ്പോൾ വിചാരിക്കും, ഓ ഇതാ ജ്യോത്സ്യം പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ആ ബാങ്കിൽ ബാക്കി നമ്മുടെ അടുത്ത് എഫേർട്ടൊന്നും നോക്കൂല. അങ്ങനെയാണ്, പെട്ടെന്ന് മൈൻഡ് പോവുക അങ്ങോട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബിൻ്റെ ഒരു പിന്ന് വരേണ്ട സീന് കുറച്ച് വഴുകി. കാരണം അന്ന് ആ ഒരു പരിപാടികൾ റഷ്യ ഉക്രൈനൊക്കെ നടന്ന സമയത്താണ് ഈ പിന്നിൻ്റെ പ്രശ്നം വന്നത് എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ കുറച്ച് സമയമെടുത്തു, 1 മാസം 2 മാസം 3-ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു, ഇനിയിപ്പോൾ ഇത് കുറേ അപ്ലൈ ചെയ്തു, ഇനി മാനുവലായിട്ട് ചെയ്യേണ്ടി വരും, അല്ലാതെ വീട്ടിലേക്ക് പോസ്റ്റ് വരില്ല. അത് ഈ യുദ്ധം കാരണം പണി കിട്ടി എന്നൊക്കെ വിചാരിച്ച് നിന്ന സമയത്ത് ആ സ്നേഹം പോയിട്ട് സ്നേഹൻ്റെ അമ്മ പോയിട്ട് ഏതോ അമ്പലത്തിൽ തേങ്ങ ഉടയ്ക്കണം. തേങ്ങ ഉടച്ചു എന്നുള്ള കാര്യം സ്നേഹനോട് പറയുമ്പോൾ ഗേറ്റിൽ പിന്നുമായിട്ട് ആൾ വരുന്നു.
അപ്പോൾ തേങ്ങ ഉടച്ചുകൊണ്ട് പിന്നെ കിട്ടിയെന്ന് പറയുന്നത്. പക്ഷെ അതിനിടയിൽ ഞാൻ അപ്ലൈ ചെയ്തതും ഞാൻ റെഗുലറായിട്ട് മെയിൽ അയക്കുന്നതും ഞാൻ അവരായിട്ട് സംസാരിക്കുന്നതൊക്കെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരാം, തേങ്ങ ഉടപ്പുകൊണ്ട് കിട്ടിയതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ചിലവരുടെ വിശ്വാസം, അങ്ങനെയാണ്. അവർ ചെയ്ത പ്രവൃത്തിയേക്കാൾ കൂടുതൽ അവർക്ക് ഈ പറഞ്ഞ ജ്യോത്സ്യന്മാരും ദൈവത്തിലും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഗതിയാണ് അവരുടെ കോൺഫിഡൻസ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഇപ്പോൾ പ്രൊമോഷനായിട്ട് വന്നു തുടങ്ങി എന്നുള്ളതാണ് സഞ്ജു ടെക്കിയുടെ വീഡിയോ എന്ന് മനസ്സിലായത്. അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാനും ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ 9 ദിവസം ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സത്യം പറയാമല്ലോ ഗൈസ്, ലോൺ സാങ്ഷനായി. എന്താണെന്ന് അറിയത്തില്ല, ലോൺ സാങ്ഷനായി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പിയായി. അതല്ല തന്നെ ഇത് എങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ലാൻഡ് വാങ്ങേണ്ടത്, എപ്പോഴാണ് ഈ ഒരു വീട് ലോക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാം ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി ഇൻവൈറ്റും ചെയ്ത് ഇതെല്ലാം ഈ വീഡിയോ പണി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോ വരത്തില്ല. അങ്ങനെയല്ല, പേഴ്സണൽ ഇവൻറ്റ്സിനൊന്നും അവർ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് പേഴ്സണലി അവർ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവർ അടിപൊളിയായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് എന്നോട് പറഞ്ഞു തന്നത്, നല്ല സൊല്യൂഷൻ തന്ന്. അപ്പം തന്നെ എന്താ എനിക്കറിയത്തില്ല, എൻ്റെ ലൈഫിൽ അത് എഫക്റ്റീവായി. ഓക്കെ, അപ്പോൾ സഞ്ജുവിൻ്റെ ലൈഫിൽ എഫക്റ്റീവായി എന്നാണ് സഞ്ജു പറയുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, അവരുടെ താല്പര്യങ്ങളുമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയ്ക്ക്, അതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈവൻ ഇഫ് ഒരു ആസ്ട്രോളജി റിലേറ്റഡ് സാധനമാണെങ്കിൽ പോലും ഇത് എല്ലാവർക്കും ഇപ്പം അങ്ങോട്ട് എന്താ പറയുക, എല്ലാവരും പോയിട്ട് ഇപ്പോൾ ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തു, ബേസിക് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ കൊടുത്ത്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പേപ്പർ വേണ്ടി വരും. പക്ഷേ ഇത് അവിടെ പോയി അപ്ലൈ ചെയ്തിട്ട് നേരെ ആസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അയാളും ബാങ്കും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. സഞ്ജുവിന് നടന്നു, സഞ്ജുവിൻ്റെ എഫേർട്ടാണത്. സഞ്ജുവിൻ്റെ എഫേർട്ടിൽ നടന്നു. കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനിടയിൽ ഈ ആസ്ട്രോളജി മിക്സ് ആയതുകൊണ്ട് ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ കൂടുതലായിട്ടാണ് വിശ്വസിച്ച് പോയി. ഓക്കെ, ഈ സയൻറ്റിഫിക് ടെമ്പറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വലിയൊരു ആവശ്യം നമ്മുടെ സൊസൈറ്റിക്ക് അകത്തുണ്ട്. ഞാൻ പറയുന്നത് ജ്യോതിഷം മറ്റേ എന്താ പറയുക ഉടായിപ്പ് തട്ടിപ്പ് ആ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ എനിക്ക് വിശ്വാസമില്ല, എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒപ്പമുള്ള എല്ലാം, എൻ്റെ സ്നേഹം വിശ്വസിക്കുന്നുണ്ട്, അമ്മ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം സ്നേഹൻ്റെ വീട്ടുകാർ വിശ്വസിക്കും, എല്ലാം എന്നെ ചുറ്റിപ്പറ്റി വെക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൽ വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ വിശ്വസിക്കേണ്ടാത്ത എന്നെപ്പോലുള്ളവർ വിശ്വസിക്കില്ല, വിശ്വസിക്കുന്ന ആളുകൾ കുറച്ച് കൂടുതൽ വിശ്വസിക്കും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ല വെട്ട് വരും, അതാണ് സംഗതി. ഇപ്പോൾ സഞ്ജുവിൻ്റെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ട കമൻറ്റിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷൻ പോയി നോക്കിയാൽ മതി. ഓക്കെ, അതിനകത്ത് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അപ്പോൾ ഇനി സഞ്ജു ടെക്കി റിലേറ്റഡ് ആയിട്ട് ഈ അടുത്ത് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആ ഒരു നീതു എന്ന് പറഞ്ഞ കുട്ടി, സഞ്ജു ടെക്കി, 2 പേരും അവരുടെ ബ്രേക്കപ്പിനെ കുറിച്ചിട്ട വീഡിയോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സഞ്ജു ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കണ്ടാ പറയത്തില്ലല്ലേ, കാരണം ഫ്രാങ്ക്ലി ഐ ഡോണ്ട് കെയർ ഗൈസ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യാറില്ല. ഞാൻ എന്റെ ലൈഫ് നോക്കി അങ്ങോട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് നടക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമല്ല. ഈവൻ സബ്സ്ക്രൈബേഴ്സിന് വരെ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സഞ്ജു പറയുന്നത് ഭയങ്കര നെഗറ്റീവാണ്, ട്രോളാണ്, പ്രശ്നങ്ങളാണ്, ഉണ്ടാവും, ഹാപ്പൻസ്. കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല, കുറച്ച് പണിയുള്ള പരിപാടി. എല്ലാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പണി തന്നെയാണ്. അപ്പോൾ എല്ലാം റിവീൽ ചെയ്യുമ്പോൾ അത് റെഡി ആവണം. ഇതൊക്കെ തിരിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയായിട്ട് വരും എന്നുള്ളത്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആസ്ട്രോളജി പ്രൊമോഷൻ പോലെ കുറേ സാധനങ്ങൾ വെക്കുന്നതുകൊണ്ട് അതും തിരിച്ച് ഈ പറഞ്ഞ പോലെ കുറേ പേര് എന്തിനിടെ ഇവത് ചെയ്യണമെന്നുള്ള ചോദ്യമൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അത് സഞ്ജു നന്നായിട്ട് കമൻറ്റ് ബോക്സിൽ കേൾക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി സഞ്ജുവിൻ്റെ കണ്ടൻറ്റുകൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര വൈബായിട്ട്, കാരണം ഞാനിങ്ങനെ ലൗഡായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ല. ഓക്കെ, ഒരു മൈൽഡാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൂടെ പറ്റില്ല എന്നുള്ള സാധനം വേറെ ഒരാൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അതാണ് ഞാൻ സഞ്ജുവിൻ്റെ വീഡിയോസ് അധികവും കാണാറ്. അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും. ഈ ഒരു പൊട്ടിത്തെറി കാണാൻ തന്നെയാണ് സഞ്ജുവിൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നത്. അപ്പോൾ ക്ലിയർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന്, ജീവനെ തുല്യം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്, നിങ്ങളെ
ഞാൻ പൊട്ടന്മാരാക്കി, മണ്ടന്മാരാക്കി, ഫൂളാക്കി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എനിക്ക് ഡിപ്രഷനും സാഡ്നെസ്സും ആയിട്ടല്ല, അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വേറെ പല വീഡിയോ ഉണ്ടാക്കി എന്നെ കുറിച്ച് കുറ്റം പറയുന്നു, അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നു. കുറെ യൂട്യൂബ് ചാനൽസ് റിയാക്ട് ചെയ്യുന്നു, എന്നെ ചീത്ത പറയുന്നു. അതുപോലെ തന്നെ എന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്നു, റീൽസിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്നു, ഫോട്ടോയുടെ താഴത്ത് വന്ന് കമന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സിനിമാടിനെ കാണാൻ ലുലുവാളിൽ പോകുന്ന വീഡിയോക്കകത്ത് ഡ്യൂറേഷൻ 4:59 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കി വെച്ചാൽ മതി. ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, 7 ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 3 മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും. അങ്ങനെ അപ്പൊ 7 ദിവസം കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ 7 ദിവസത്തേക്കല്ല വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു 20 ദിവസം ആകാം, ചിലപ്പോൾ 10 ദിവസം ആകാം, ചിലപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാകും, ചിലപ്പോൾ ഇടത്തേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ എന്റെ വീഡിയോക്കകത്ത് ക്ലിയർ ചെയ്തത്. അത് വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് അപ്പോൾ ഓക്കെ അല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ സ്ട്രൈക്കും വന്നായിരുന്നു, പക്ഷെ സ്ട്രൈക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ജീവന് തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ്, ഞാൻ വെറുതെ പറയില്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിക്കെട്ടൊന്നുമില്ല, നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ സഞ്ജു ടെക്കി ഈ പറഞ്ഞ സ്ട്രൈക്കിൻ്റെ കേസ് എടുത്ത് പറയാൻ കാരണം നീതു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജുവിന് സ്ട്രൈക്ക് കിട്ടിയോണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്, അല്ലാതെ അവന് ഡിപ്രഷനും കാര്യങ്ങളും ആയിട്ടല്ല എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ അതിൽ റിയാക്ട് ചെയ്ത സമയത്ത് പറയുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് സഞ്ജുവിനെയാണ്. അപ്പോൾ നമുക്കതിൽ ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതിന് ഉത്തരം സഞ്ജു തന്നെ പറയണം. ആൻഡ് സഞ്ജു വെച്ച വീഡിയോൻ്റെ ഒരു പോർഷൻ ഉണ്ട്, ആ പോർഷനിലുള്ള വീഡിയോയിൽ ഞാൻ കയറി നോക്കുമ്പോൾ സഞ്ജു അതിനകത്ത് ക്ലിയർ ആയിട്ട് സ്ട്രൈക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ പറയുന്നു എന്നുള്ളതാണ്. സ്ട്രൈക്ക് കിട്ടി, രണ്ടാമത് എനിക്ക് തോന്നുന്നു നീതുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷമാണ് തോന്നുന്നു എനിക്ക് ആ വീഡിയോ, അല്ല വരുന്നതിന് മുമ്പ് തന്നെയാണ് ആ വീഡിയോ. യെസ്, ഞാനത് ഡേറ്റ് ഓർക്കുന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഈ സ്ട്രൈക്ക് വന്നിട്ട് വീഡിയോ ഇടുന്നതും ഇടാത്തതും അല്ലെങ്കിൽ അതൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം തുറന്ന് പറയുമ്പോൾ അത് പറയാം, ഇല്ലെങ്കിൽ പറയാതിരിക്കാം. ഇറ്റ്സ് അപ് ടു ഹിം. പിന്നെ അന്ന് നീതു പറഞ്ഞ പോലെ ഒരു സങ്കടവും വിഷമവും ഇല്ല, അല്ലെങ്കിൽ ആ കേസല്ല കംപ്ലീറ്റ്ലി സ്ട്രൈക്കിൻ്റെ കേസാണെന്നുള്ളത് അതിൽ ക്ലാരിഫിക്കേഷൻ തരേണ്ട ആൾ സഞ്ജു തന്നെ ആയിരുന്നു. കൃത്യമായിട്ടത് തന്നിട്ടുമുണ്ട്. ഓക്കെ, വീഡിയോ ഇടാതിരുന്നത് സ്ട്രൈക്ക് മാത്രമല്ല, പിന്നെ മൂഡ് പോലെയാണ് വീഡിയോ ഇടുന്നത് തോന്നിയ സമയത്ത്. അത് സഞ്ജുവിൻ്റെ വീഡിയോസ് ഇപ്പോൾ അടുത്ത് കണ്ടാലും അറിയാം, തോന്നിയ സമയത്താണ് വീഡിയോസ് ഇട്ട് പോകുന്നത്, അങ്ങനെ റെഗുലറായിട്ടല്ല. പക്ഷേ സഞ്ജു ഈ ലാസ്റ്റിലേക്ക് പറഞ്ഞത് ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റിക്കാറില്ല, അല്ലെങ്കിൽ അവരോട് നുണ പറയാറില്ല എന്നൊക്കെ പറയുമ്പോഴും സഞ്ജു ഒന്ന് റീച്ചൊക്കെ ഉണ്ട്. സഞ്ജുവിൻ്റെ പ്രൊമോഷൻസാണ്. പ്രൊമോഷൻസ് ചെയ്യാം, ഇഷ്ടംപോലെ സഞ്ജുവിന് കിട്ടും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ഉടായ്പ സാധനങ്ങൾ കുറേ ഉണ്ട്. ആളുകളുടെ പൈസ പോകുന്ന ഒരുപാട് സാധനങ്ങൾ. പൈസ 100 ഇട്ടാൽ 1000 കിട്ടും, 1000 ഇട്ടാൽ 10,000 കിട്ടും എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തിപ്പോകും, താഴ്ന്നു വരും. അതൊക്കെ ശരിക്കും ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജോ അല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുക, ഇങ്ങനെ ഒരു ലവ് ഫെയിലർ ആയിരിക്കണം ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി അല്ലെങ്കിൽ ആരാണെങ്കിലും റൂമിനകത്ത് അടച്ചിരുന്ന് അല്ലെങ്കിൽ സൂസൈഡ് ടെൻഡൻസി കാണിച്ച് അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞ് ആരോടൊന്നും മിണ്ടാണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ റോങ് ആണ്, തികച്ച റോങ് ആണ്. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് മൂവ് ചെയ്യണം, ഫോർവേഡ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ആകും. അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആക്കും എൻ്റെ മൈൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വ്ളോഗ് ചെയ്താലും എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അങ്ങോട്ട് പോകത്തുള്ളൂ. കാരണം എൻ്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് ആണ്. അപ്പൊ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ മനസ്സിലാവും, എടാ നീ ഇത് മൂവ് ഓൺ ആക്, നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷെ എനിക്ക് ഓക്കെ ആണല്ല. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ ഞാൻ സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഷോ അടിച്ചിരിക്കും. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ ഓക്കെ. അന്ന് ചില സമയത്ത് ഇതേപോലെ ആന്ത് പിടിച്ച് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങി കറങ്ങാനൊക്കെ പോകും. സഞ്ജു ടെക്കിയിലൂടെ ആരും ഇവിടെ ഷോക്ക് അടിച്ചിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ. സഞ്ജു ടെക്കിന്റെ വ്യൂവേഴ്സ് സഞ്ജുവിനെ എങ്ങനെ കാണണമെന്നേ ആഗ്രഹമുള്ളൂ. ചാടി കളിച്ച് വർത്താനം പറഞ്ഞ ആ ഒരു വൈബിൽ പോകുന്ന സഞ്ജു. ഇവിടെ ഇങ്ങനെ ഒരു റിലേഷൻ പൊട്ടി സാഡ് അടിച്ചിരിക്കുന്ന ഒരാൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കണമെന്ന് ആരെങ്കിലും പറയുമോടെ? ഇല്ല, എല്ലാവരും അവരോട് തിരിച്ചു വരാനേ പറയും. എനിക്ക് തോന്നുന്നത് അവിടെ നീതു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവൻ മേ ബി സ്ട്രൈക്ക് കൊണ്ട്, അവൻ മേ ബി അല്ല സ്ട്രൈക്ക് കാരണമാണ് വീഡിയോ ഇടാതിരുന്നത്, അല്ല സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല, അതാണ് പറയുന്നത്. അതിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു വന്ന് നിൽക്കുന്നത്. എനിക്കങ്ങനെ സങ്കടം അടിക്കേണ്ട ഒരാളല്ല, അങ്ങനെ അടിക്കില്ല ഞാനത്. അങ്ങനെ സങ്കടം വന്നാൽ തന്നെ ഞാനത് എന്ത് ചെയ്യും, സന്തോഷമാക്കി മാറ്റാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകും, വണ്ടി എടുത്ത് പോകും. എനിക്കങ്ങനെ സാഡ് അടിച്ചിരിക്കണം എന്നില്ല. ഞാൻ സഞ്ജുവിനോടും അല്ല ആരോടും, ഈ ലോകത്ത് ഒരു മനുഷ്യനോട്
ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ റൂമിൽ തന്നെ ഇരുന്നോ ഇരുട്ടുമുറിയിൽ ഇരിക്കണം കരയണമെന്നൊന്നും പറഞ്ഞു കൊടുക്കൂല, ഹാപ്പി ആകുന്നേ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരാൾ അത്രയും സാഡ് അടിച്ച് പോകണമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ തുറന്നു പറയത്തില്ലേ, കറക്ഷൻ ഇനി ഇനി ഞാൻ തുറന്നു പറയത്തില്ല. അത് ഞാൻ അന്ന് തീരുമാനം എടുത്താണ്. ഞാൻ ഇനി റിലേഷൻഷിപ്പ് ആയാലും അല്ലല്ലോ എന്താണെങ്കിലും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉടനെ ഒന്നും റിവീൽ ചെയ്യത്തില്ല. അതിപ്പോൾ ഒരു മാരേജിൽ എത്തുവാണെങ്കിൽ അതിപ്പോൾ എനിക്ക് സത്യം പറയുമ്പോൾ റിലേഷൻഷിപ്പ് പോകാൻ താല്പര്യമില്ല. അങ്ങനെ എനിക്ക് ഫ്രീ മൈൻഡഡ് ആയിട്ട് നടന്നാൽ മതി, അതാണ് നല്ലത് ഗൈസ്. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കമ്മിറ്റ് ഒന്നും ആണ്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കണം, അടിപൊളിയായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ആരെങ്കിലും ചേസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യലും. വരണ്ടാണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നോളും. എന്താണെങ്കിലും ലൈഫ് അങ്ങനെ കൊണ്ടുപോയിക്കോളും. ഗോ വിത്ത് ദ ഫ്ലോ ഗൈസ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ ഒരാളോടെങ്കിലും നമ്മൾ സംസാരിക്കുക, പരിചയപ്പെടുക, എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും. അതാണ് അടിപൊളിയാണ്. എനിക്ക് നേരത്തെ ആ സ്വഭാവം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് പറയുന്നത്. ഇപ്പൊ വീണ്ടും ബാക്ക് ടു മീ ബേബി. ഓക്കെ, അപ്പോൾ സഞ്ജു ട്രാക്കി ബാക്ക് ടു ദ ട്രാക്ക് എന്നാണ് സഞ്ജു പറയണേ. ആൻഡ് സഞ്ജു പറയുന്നുണ്ട് ഒറ്റ സിംഗിളായിട്ട് പോയാൽ മതി, പ്രേമം കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയും. ആൻഡ് സഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ പറയില്ല, ഇനി ഒരിക്കലും പറയില്ല, ബെറ്റർ. കാരണം അത് ഒരു റിലേഷൻ ഓക്കെ ദ ഫൈനസ്റ്റ് ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അടക്കം അത് വർക്കൗട്ട് ചെയ്യാതെ ഡിവോഴ്സിലൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പറയണോ വേണ്ടത് സ്വന്തം താല്പര്യമാണ്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ റിയാലിറ്റി സ്പേസിൻ്റെ ഒരു ഡിഫറൻസ് ഇല്ലാത്ത ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധിതരാവും പറയാൻ വേണ്ടിയിട്ട്. ഒന്നും വേണ്ട, സഞ്ജുടയ്ക്ക് ഇപ്പോൾ ഒരു കുട്ടിയോടൊപ്പം വീഡിയോസ് ഇടുന്നുണ്ട്. ആ കുട്ടീനെയും സഞ്ജുടക്കിനെയും വെച്ച് കമൻറ്റ് ബോക്സിനകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ കമൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിർബന്ധിതരാവും. ഞാനും ഈ കുട്ടിയും തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ ആദ്യം വന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ലേറ്റർ ഓൺ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും ഇവന്മാർ പിടിച്ച് ഇറക്കിയിട്ടും. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്ത് വീഡിയോ വെക്കുന്നത്. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് അങ്ങനെ ഒരു സീനുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എത്ര പറയില്ല എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ പറയാൻ നിങ്ങളെ വ്യൂവർഷിപ്പ് നിർബന്ധിക്കും. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ അതെങ്ങനെ ആളുകളെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിൽ അപ്ഡേറ്റ്സ് എങ്ങനെ കൊടുക്കുന്നു, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഉപദേശവും കാര്യങ്ങളുമായിട്ട് ആളുകളെ കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ പറഞ്ഞ അഭിപ്രായങ്ങൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുക്കുക, അതൊക്കെ അപ് ടു യു. ബട്ട് സ്റ്റിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ്. റിലേഷൻ ഉണ്ടെങ്കിൽ പറയുന്നത് കൊണ്ട് വലിയ സീനൊന്നും ഇല്ല. പക്ഷേ റിയൽ ലൈഫിൽ വന്നിട്ട് അത് പറയുമ്പോഴും അതിന് നെക്സ്റ്റ് സ്റ്റേജ് ആളുകളെ കാണിക്കുമ്പോഴും അതിൽ എക്സാജുറേഷൻസ് വന്നാലോ, അതിലെന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി വന്നാലോ, എന്നിട്ട് അതിലെന്തെങ്കിലും ബ്രേക്കപ്പോ സീനോ വന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വരും. അത് സഞ്ജു ഫേസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ അതിൽ സഞ്ജു ഒരുപാട് പഠിച്ചിട്ടും ഉണ്ടാവും. എന്താണെങ്കിലും സഞ്ജു ബാക്ക് ടു ട്രാക്കാണ്. പക്ഷേ ഈ പ്രൊമോഷൻ സംഗതികൾ കുറച്ച് വിഷയമാണ്.